ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ സാഹിത്യ അക്കാദമിക്കെതിരെ ആരോപണവുമായി ശ്രീകുമാരൻ തമ്പിയും രംഗത്ത്. കേരള ഗാനം എഴുതി വാങ്ങിയ ശേഷം സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് വിമർശനം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ശ്രീകുമാരൻ തമ്പി ദുരനുഭവം പങ്കുവച്ചത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് ശ്രീകുമാരൻ തമ്പിയുടെ പരാതി? മന്ത്രി ഇതിൽ മറുപടി പറയണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ശ്യാം. റിജിത്ത്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ഒരു കവി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പ്രശ്നങ്ങൾ തണുപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് കേരളം കണ്ട ഏറ്റവും മികച്ച കവികളിൽ ഒരാളായ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം വരുന്നത്. ചുള്ളിക്കാടിനുണ്ടായതിന് സമാനമായ അനുഭവം തനിക്ക് 2-3 മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ഗാനം എഴുതണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ അക്കാദമി സെക്രട്ടറി സമീപിച്ചു. പിന്നീട് സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും സമീപിച്ചു. അതിനുശേഷമാണ് അത് എഴുതാൻ തയ്യാറായത്. പിന്നീട് ഈ ഗാനം വാങ്ങിയെങ്കിലും അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് തന്നെയാണ് അറിയിച്ചില്ല. അതിനുശേഷം ചില ചാനലുകളിൽ പരസ്യം വന്നു, കേരള ഗാനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നുവെന്ന്. ഇതോടുകൂടിയാണ് തന്റെ ഗാനം നിരസിക്കപ്പെട്ടുവെന്ന് മനസ്സിലായത്. ഏതായാലും ഈ ഗാനം കേരളീയർ കേൾക്കാൻ വേണ്ടി തന്നെ താൻ ഈണം നൽകിയ ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അക്കാദമിക്കെതിരായിട്ട് സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരെ ആദരിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കവികളിൽ ഒരാളായ ശ്രീകുമാരൻ തമ്പി തന്നെ ഫേസ്ബുക്കിലൂടെ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ നടപടിക്ക്, അക്കാദമിയുടെ ഈ നടപടിക്ക് മറുപടി നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.